നമസ്കാരം. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കേസാണ് രമേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. AR 1993 SC 2317 എന്ന സൈറ്റേഷനിൽ വരുന്ന ഈ ഒരു കേസ് സുപ്രധാനമായ ഒരു ലാൻഡ്മാർക്ക് കേസാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇവിടെ രണ്ട് വ്യക്തികൾ ഒരാളെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. എന്നാൽ ഈ രണ്ട് വ്യക്തികളുടെ കയ്യിൽ ലാത്തിയും മറ്റു തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ ഇവർ രണ്ടുപേരും മറ്റേയാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ, ചിലപ്പോൾ തങ്ങളുടെ ചെയ്യുന്ന പ്രവൃത്തി ആളുടെ മരണത്തിലോട്ട് നയിച്ചേക്കാം, എന്നാലും കൊല്ലണമെന്നുള്ള ഉദ്ദേശമില്ലാതെ മറ്റേയാളെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണവശാൽ ഉണ്ടായ ബോഡിലി ഇഞ്ചുറി, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഹെമറേജും സ്ട്രാങ്കുലേഷനും മൂലം മറ്റേ വ്യക്തി കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൻ്റെ കാതലായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ വിവരിച്ചത്. അപ്പോൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നത് ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആണോ, അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് കോടതിയിൽ വാദപ്രതിവാദങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഡിഫൻസ് ലോയറിൻ്റെതും ആദ്യം പ്രോസിക്യൂഷൻ ലോയറിൻ്റെതുമായ വാദപ്രതിവാദങ്ങളിലോട്ട് കിടക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസിനെ നോക്കിക്കാണുന്നത്. വളരെ നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഈ രണ്ട് പ്രതികളും നിർവഹിച്ചിരിക്കുന്നത്. ഒരാളെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്യുക വഴി ആളെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുകയും മേൽപ്പറഞ്ഞ വ്യക്തി മരണപ്പെടുകയും ചെയ്തത്. ആയതിനാൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഈ പ്രതികൾ അർഹിക്കുന്നില്ല. ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കോടതി നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 101 പ്രകാരം കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്നുള്ള കാര്യത്തിലെ ഇൻഗ്രീഡിയൻസിലോട്ടാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആയതിനാൽ ആ ഒരു പനിഷ്മെൻ്റായ സെക്ഷൻ 103 പ്രകാരം ഇവർക്ക് മരണദണ്ഡന തന്നെ നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാദഗതികൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കക്ഷികൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ കൃത്യം നിർവഹിക്കുന്ന സമയത്തിൽ എൻ്റെ കക്ഷികളുടെ കയ്യിൽ മാരകായുധങ്ങളായ ലാത്തിയും മറ്റു തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ എൻ്റെ കക്ഷികൾ ഇവയൊന്നും ഉപയോഗിക്കാതെ മറ്റേയാളുടെ മേൽ അടിക്കുകയും, അതായത് കൈകൊണ്ടടിക്കുകയും ചവിട്ടുകയും മാത്രമാണ് ചെയ്തത്. ഇതുവഴി എൻ്റെ കക്ഷികൾക്ക് മറ്റേയാളെ കൊല്ലണമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ കൂടെ ആ ഒരു വഴക്ക് നടന്ന സാഹചര്യത്തിൽ പ്രകോപനപരമായ രീതിയിലുണ്ടാകുന്ന എൻ്റെ കക്ഷികളുടെ പ്രവൃത്തിയിൽ ഞാൻ ഖേദിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എൻ്റെ കക്ഷികളെ ഈ ഒരു കൃത്യത്തിൽ കൊല്ലണമെന്നുള്ള യാതൊരു തരത്തിലുള്ള മെൻശ്രയും ഇല്ലായിരുന്നു എന്നതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ വിനീതമായി ആഗ്രഹിക്കുന്നു. ആയതിനാൽ എൻ്റെ കക്ഷികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ നൽകി കോടതി അവർക്ക് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ഭാരത ന്യായ സംഹിത സെക്ഷൻ 100 വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആയതിനാൽ അതിലെ പനിഷ്മെൻ്റായ ഏറ്റവും കുറഞ്ഞ ശിക്ഷാ രീതിയായ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് അപ് ടു 5 years 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന തരത്തിലുള്ള നിസ്സാരമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ കോടതി മുന്നിൽ ബോധിപ്പിക്കുന്നു. ഇവിടെ എൻ്റെ കക്ഷികളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിട്ട് കൂടെ അവർ കൊല്ലണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ മറ്റേയാളെ അത് വെച്ച് പ്രഹരിച്ചില്ല. പകരം ഞാൻ എൻ്റെ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ കക്ഷികളുടെ
ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച വാദഗതികളിൽ പ്രതിപാദിക്കുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തിൽ നിന്ന് ഇതൊരു കൊലപാതക കുറ്റമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാദഗതികളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നിരുന്നാൽ കൂടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതിനാൽ ഡിഫൻസ് ലോയർ ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നുള്ള തരത്തിലുള്ള വാദഗതികളാണ് ഡിഫൻസ് ലോയറിന്റെ ഭാഗത്തിൽ നിന്നും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ കോടതിയുടെ കണ്ടെത്തൽ എന്തെന്ന് വെച്ചാൽ ഡിഫൻസിന്റെ വാദഗതികൾ കോടതി നിസ്സംശയം അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം മാരകായുധങ്ങൾ ഉണ്ടായിട്ട് കൂടെ അവർ മേൽപ്പറഞ്ഞ വ്യക്തിയെ പ്രഹരിച്ചില്ല ഈ മാരകായുധങ്ങൾ കൊണ്ട്. ആയതിനാൽ തന്നെ ഇവർക്ക് കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ ഇവർക്ക് ബോഡ്ലി ഇഞ്ചുറി, ദേഹോദ്രവം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ കൊലപാതകത്തിലോട്ട് എത്തിയേക്കാം എന്നുള്ളൊരു ബോധ്യവും അവർക്ക് ഉണ്ടായിരുന്നതിനാൽ കോടതിയുടെ കണ്ടെത്തലിൽ ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ സെക്ഷൻ 100 പ്രകാരമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്. ആയതിനാൽ സെക്ഷൻ 105 പ്രകാരം ഉള്ള പനിഷ്മെന്റ് ആണ് ഇതിലോട്ട് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ലൈഫ് ഇംപ്രിസ്മെന്റ് നോട്ട് ലെസ് ദാൻ 5 years എക്സ്റ്റെൻഡഡ് ടു 10 years, 5 വർഷത്തിൽ കുറയാതെയുള്ള ജീവപര്യന്തം, അതായത് തടവ് ശിക്ഷയും. പിന്നെ അത് 10 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ആ ഒരു കൃത്യത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കോടതി തീരുമാനിക്കും 10 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ 7 കൊല്ലം എടുക്കണോ. പക്ഷെ 5 കൊല്ലത്തിൽ കുറയാനും പാടില്ല. മാത്രവുമല്ല ഇതിന്റെ കൂടെ തന്നെ ഫൈനും കോടതി ഉൾപ്പെടുത്തിയേക്കാം. ഇതാണ് ഇതിന്റെ പനിഷ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാരത ന്യായ സംഹിത സെക്ഷൻ 100 പ്രകാരമുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കോടതി അതിന്റെ പനിഷ്മെന്റിലോട്ട് കടക്കുകയാണ് ചെയ്തത്. അതാണ് ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള വിധി. കോടതിയുടെ ഫൈൻഡിങ്സ് ഇങ്ങനെ ഒരു രീതിയിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു സാഹചര്യം മേൽപ്പറഞ്ഞ വ്യക്തികളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിട്ട് കൂടെ അവർ അത് ഉപയോഗിച്ചില്ല എന്നതാണ് കോടതി കണ്ടെത്തിയത്. ആയതിനാൽ തന്നെ അതൊരിക്കലും ഒരു കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന തരത്തിലോട്ട് 101 വരുന്നില്ല. 100 തന്നെ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നുള്ള തരത്തിലോട്ട് പോവുകയാണ് ചെയ്തത് എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്സ്.